والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين كفروا لنجعلهما تحت أقدامنا ليكونا من الأسفلين. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഔപചാരികതകളില്ലാതെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒത്തുചേരുകയാണ്. പുറമേ നിന്നുള്ളത് ഞാൻ മാത്രമാണ്. പുറമേ ഉള്ള ഒരാളായിട്ടല്ല, ഒരു ഉസ്താദ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തലക്കെട്ടൊന്നും ഇല്ലാതെയാണ് ഞാനുള്ളത്. ഷക്കീലത്താടെ വീട്ടിൽ ആഴ്ചയിൽ ഏതാണ്ട് ഒരു ദിവസമെങ്കിലും വരികയും ഒരുപാട് ആലോചനകളും സംസാരങ്ങളും ഒക്കെ ആയിട്ട് സഫർലിക്കാടെ ഒരു സന്തത സഹചാരിയും പറമ്പത്ത് കണ്ടി ഫാമിലിയിലും അവരുടെ കുടുംബസംഗമങ്ങളിലുമൊക്കെ പങ്കെടുത്തു. അങ്ങനെ ഇടചേർന്ന് പോകുന്ന ഒരാളാണ്. ആ നിലക്ക് നിങ്ങൾ കണ്ടാൽ മതി. മറ്റുള്ള ഔപചാരികതകളൊന്നുമില്ല. നിങ്ങളിൽ ഒരാൾ തന്നെയായിട്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് നേരം ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഷക്കീലത്ത വീട്ടിൽ ചെന്നപ്പോൾ ഒരു ബുക്ക് തന്നിരുന്നു. കാവുങ്ങൽ കുടുംബത്തിൻ്റെ ഒരു വലിയ നാൾവഴികൾ രേഖപ്പെടുത്തിയ അത്യാവശ്യം കുറച്ച് പേജുകളുള്ള ഒരു ബുക്കായിരുന്നു. അവിടെ ഇങ്ങനെ സംസാരത്തിനിടയിൽ ഞാനതിങ്ങനെ മറിച്ച് നോക്കുകയുണ്ടായി. മലബാറിൽ നിന്ന് ഈരാറ്റുപേട്ടയിലേക്ക് എത്തുകയും അങ്ങനെ അവിടെ പടർന്ന് പന്തലിക്കുകയും ചെയ്ത ആ കുടുംബത്തിൻ്റെ നാൾവഴികളിലൂടെ കണ്ണോടിച്ചു. അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒരു തറവാട്ടിൽ നിന്ന് മക്കളും മരുമക്കളും ഒക്കെയായി ഇങ്ങനെ വിവാഹം ചെയ്ത് പല വഴികളിലേക്ക് പോയി. പിന്നീട് ആ തറവാട്ടിലേക്ക് ഒരുമിച്ച് കൂടുമ്പോഴുള്ള ഒരു സന്തോഷവും ആനന്ദവും, തറവാടിലല്ല ഒരു ഓഡിറ്റോറിയത്തിലാണെങ്കിലും അതിൻ്റെ ഒരു ഫീലിലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുള്ളത്. പരസ്പരം കാണുകയും സന്തോഷിക്കുകയും സംസാരിക്കുകയും പരിചയങ്ങൾ പുതുക്കുകയും സ്നേഹാന്വേഷണങ്ങൾ പങ്കുവെക്കുകയും പുതിയ തലമുറയിലെ മക്കളും കുഞ്ഞുങ്ങളുമൊക്കെ പരസ്പരം അടുത്തറിയുകയും ഒക്കെ ചെയ്യുക എന്നതാണ് ഇത്തരം ഒരു ഒത്തുചേരലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ഒരു പ്രസംഗത്തിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല. എല്ലാവരും അഭ്യസ്ത വിദ്യരാണ്, നല്ല എഡ്യൂക്കേഷനൊക്കെ ഉള്ള നല്ല കുടുംബമാണ്. വളരെ നേരത്തെ തന്നെ വിദ്യാഭ്യാസപരമായി ഉയർന്ന് ചിന്തിക്കുകയും അതിലൂടെ കുടുംബം നല്ല നിലക്ക് മെച്ചപ്പെടുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിലൂടെയാണ് അൽഹംദുലില്ലാഹ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ക്ലാസ്സും പ്രസംഗമൊന്നും വേണ്ടതില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ചെറിയ രൂപത്തിൽ പറയാനുള്ളത്. ഈ തറവാട് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മുടെ ഹൈന്ദവ സങ്കല്പത്തിൽ ഇല്ലം മന എന്നൊക്കെയാണ് പറയുക. നമ്മളൊക്കെ കുറച്ച് പിറകിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ അത്തരം വീടുകളുടെ പശ്ചാത്തലമുള്ളവർ. മന എന്ന് പറഞ്ഞാൽ സംസ്കൃത പദമാണ്. ഒരു പദമല്ല, രണ്ട് പദമാണ്. മ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്, ന അല്ല എന്നാണ്. അപ്പം മന എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല അല്ലെങ്കിൽ ഞാനല്ല എന്നർത്ഥം. അപ്പം ഞാൻ എന്ന ഒന്നില്ല, മറിച്ച് നമ്മൾ എന്ന ഒരു സങ്കല്പമാണ് ആ പേരിലൂടെ പ്രതിഫലിക്കുന്നത്. കുടുംബം എന്നത് ഒറ്റക്ക് നിൽക്കുമ്പോഴല്ല, ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്ന് നമുക്കറിയാം. ഒറ്റക്ക് നമ്മളൊക്കെ ഇങ്ങനെ മാറി നിന്നാൽ ആ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. വല്ലാത്ത ഒരു സംഘർഷത്തിലേക്കായിരിക്കും വീഴുക.
അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ്മയും ഐക്യബോധവും പരസ്പരമുള്ള സ്നേഹവും ഒക്കെ ഊട്ടിയുറപ്പിക്കുക, വിളക്കി ചേർക്കുക എന്നതാണ് ഇത്തരം സംഗമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. ചിലപ്പോഴൊക്കെ ചില കുടുംബ സംഗമങ്ങൾ ദുരഭിമാനത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഒക്കെ വേദികളായി മാറാറുണ്ട്. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നാറുണ്ട്. അൽഹംദുലില്ലാഹ് ഇവിടെ അങ്ങനെയുള്ള യാതൊരു നാട്യങ്ങളുമില്ലാതെ വളരെ ലളിതമായി ഒരു സായാഹ്നത്തിൽ ഒരുമിച്ചിരിക്കുകയാണ്. പടച്ചതമ്പുരാന്റെ സന്നിധിയിൽ ഇത്തരം ഒത്തുചേരലുകൾ എന്തുകൊണ്ടും പ്രതിഫലാർഹമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഈ ഒത്തുചേരൽ നമ്മുടെ ബന്ധങ്ങളെ കൂട്ടിയിണക്കാൻ നിമിത്തമായി മാറണം. അപ്പോൾ ഒറ്റക്ക് നിൽക്കുക എന്ന്, അതല്ലെങ്കിൽ ഒറ്റയായി മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ ചങ്ങലകൾ കോർത്തിണങ്ങുന്നതാണ് ഒരു കുടുംബമായി മാറുക. ഒരു സെവൻസ് കളിക്കുന്നൊരു ടീം ഗോളി ഇട്ട് കൊടുക്കുന്നൊരു ബോള് ഒരാൾ ഏറ്റുവാങ്ങി രണ്ടാമത്തെ ആളിലേക്ക് പാസ് ചെയ്ത് അത് മൂന്നാമത്തെ ആളിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ഏഴാമത്തെയോ ആറാമത്തെയോ ആളായിരിക്കും ഗോളടിക്കുക. ഗോളടിച്ച ആ ഒരു വ്യക്തിയല്ല വിജയിക്കുക, മറിച്ച് ആ ടീമിലെ എല്ലാവരും വിജയികളായി മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബം. ഇത് ചില ഘട്ടങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന വേദനയാണ് നേരത്തെ സ്വാഗത സംസാരത്തിലും അധ്യക്ഷ ഭാഷണത്തിലുമൊക്കെ പങ്കുവച്ചത്. അതൊരു ബോധപൂർവമല്ല, ശരിക്കും നമ്മുടെ മാറിയ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ തൊഴിൽ മേഖലകളുമൊക്കെ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ രീതികളെയും ഒക്കെ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. അതിന് അതിൻ്റെതായ ചില ഗുണഫലങ്ങളുണ്ട്. സാമ്പത്തികമായ കുറേ മെച്ചങ്ങളൊക്കെ ഉണ്ട്, ജീവിത സൗകര്യങ്ങൾ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മറുവശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബന്ധങ്ങൾ ദുർബലമാവുകയും അതിൻ്റെ അഴകും സൗന്ദര്യവും ആ സ്നേഹമസൃണമായ പശ്ചാത്തലവും ഒക്കെ നമുക്ക് പയ്യെ പയ്യെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഈ നഷ്ടപ്പെടലുകളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ നിലക്ക് ഇതൊരു വിളക്കി ചേർക്കലായി മാറണം. അപ്പോൾ നമ്മൾ ചങ്ങലകൾ കാണാറുണ്ട്. ആ ചങ്ങലയുടെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ കണ്ണികളും പരസ്പരം ഇണങ്ങി നിൽക്കുമ്പോഴാണ്. അതിലേതെങ്കിലും ഒരു കണ്ണി തുരുമ്പെടുത്തു പോവുകയോ അതിൻ്റെ ആ കോർവ നഷ്ടപ്പെടുകയോ ചെയ്താൽ അതിൻ്റെ ആ ഒരു കണ്ണിക്ക് മാത്രമല്ല അതിൻ്റെ ബലക്ഷയം സംഭവിക്കുക, മറിച്ച് ആ ചങ്ങലയെ മൊത്തത്തിൽ ബാധിക്കാറുണ്ട്. ഒരു കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങളോ ഒരു ഫാമിലിയോ തകരുകയോ തളരുകയോ അതിൻ്റെ നേരായ വഴിയിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്യുമ്പോൾ അവരെ മാത്രമല്ല അത് ബാധിക്കുക, ആ കുടുംബത്തെയും ആ തറവാടിനെയും ഒക്കെ അത് സാരമായി ബാധിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ വളർന്നു വരുന്നൊരു തലമുറക്ക് നൽകാൻ ആ ഒരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബ സംഗമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുറച്ചു മുമ്പ് ഒരു ഇന്റർവ്യൂ ദുൽഖർ പറയുന്നൊരു വാചകം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും. ദുൽഖറിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. ദുൽഖറിന്റെ വാപ്പയെ അതിനേക്കാൾ കൂടുതൽ നമുക്കറിയാം. അദ്ദേഹം ചെയ്യുന്ന പണി എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഏതാണ്ടൊരു 45 വർഷമായി അദ്ദേഹം ഒരു തൊഴിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന തൊഴിലിന്റെ ആ ഒരു മേഖല വളരെ അപകടം പിടിച്ചതാണ്. ഇന്നലെ ആണെന്ന് മിനിഞ്ഞാന്ന് ഒരു ആ മേഖലയിൽപ്പെട്ട ഒരു കമ്മിറ്റിയിൽ അതിന്റെ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കാൻ ഒരു സ്ത്രീ വന്നത്, ഒരു അമുസ്ലിമായ സ്ത്രീ വന്നത് പർദ്ദ അണിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പർദ്ദ ഇട്ട് വന്ന ആ ഒരു അഭിനേത്രിയോട് ചോദിക്കുന്നുണ്ട്, എന്തേ നിങ്ങൾ ഈ വേഷത്തിൽ വന്നു? പൂർണ്ണമായും പർദ്ദയൊക്കെ ഇട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ഈ വേഷത്തിൽ വന്നാലാണ് ഇങ്ങനെയുള്ളൊരു മേഖലയിൽ രക്ഷപ്പെടുകയെന്ന്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകല്ല. അപ്പൊ അത്രയും അപകടകരമായ തെറ്റുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മേഖലയിലാണ് ദുൽഖറിന്റെ വാപ്പ വർക്ക് ചെയ്തത്. അത് നീണ്ട 45 വർഷമായി ആ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആ പിതാവിനെ കുറിച്ച് മകൻ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം എനിക്ക് ഭയങ്കര ഹൃദ്യമായി തോന്നി.
ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ മമ്മൂട്ടി എന്ന മഹാനടൻ നമ്മുടെ മുമ്പിൽ വലിയ ഒരു സിനിമാ മേഖലയിലെ ഏറ്റവും പോപ്പുലറായ ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ഒരു ദുൽഖറിനെ സംബന്ധിച്ച് അവന്റെ വാപ്പയാണ്, പിതാവാണ്. ഒരു പിതാവിനെ ഒരു മകന്റെ വിലയിരുത്തൽ ഒരിക്കലും തലതാഴ്ത്തി നിൽക്കേണ്ട ഒരു സാഹചര്യം അത്തരം ഒരു മേഖലയിലേക്ക് എൻ്റെ വാപ്പ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു കുടുംബത്തിലെ കാരണവന്മാർ, അതിന് നേതൃത്വം കൊടുക്കുന്ന കുടുംബനാഥനും കുടുംബനാഥയും എത്രത്തോളം നേർരേഖയിൽ സഞ്ചരിക്കണം എന്നതിൻ്റെ വലിയൊരു ഭാഗമാണ് ആ സംസാരം. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്, ഒരു കൗമാരക്കാരനെ. അപ്പൊ കൊണ്ടുവരുന്നത് വാപ്പയാണ്. വാപ്പ കൊണ്ടുവന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഖലീഫ ഇവനെ നല്ല അടിയടിക്കണം, ഇവനൊരു കുരുത്തം കെട്ട മകനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് ആ കുട്ടിയോട്, മോനെ നീ എന്താണ് വാപ്പാനെ അനുസരിക്കാത്തത്? നീ ഇങ്ങനെ ഒരു അവിവേകിയായി മാറിയത് എന്താണെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അവനെ ശാസിക്കുമ്പോൾ ആ കുട്ടി ഖലീഫയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഖലീഫ, ഈ വാപ്പ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാൻ അനുസരിക്കുന്നില്ല, കുരുത്തം കെട്ടവനാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് തിരിച്ച് അങ്ങയോട് ചോദിക്കാനുള്ളത്, വാപ്പ പറയുന്നുണ്ടല്ലോ വാപ്പയോട് കുറെ അവകാശങ്ങൾ മക്കൾ ചെയ്യണം എന്ന്, ആ ഹുക്കൂക്കുകളെ കുറിച്ച് വാപ്പ പറയുന്നുണ്ടല്ലോ. തിരിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വാപ്പക്ക് മക്കളോട് വല്ല ബാധ്യതകളുമുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഹക്കുകൾ ചെയ്യേണ്ടതുണ്ടോ വാപ്പ? അപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, എന്തൊക്കെയാണ് ഖലീഫ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ല പേരിടണം, നല്ല ഉമ്മയെ സെലക്ട് ചെയ്യണം. അതിൽ ഓരോന്നും നിങ്ങൾക്കറിയാം, ഞാനതിൻ്റെ ഒരു ആയത്തുകളും ഹദീസുകളും ഇങ്ങനെ പറഞ്ഞ് പോകുന്നില്ല, നീണ്ടുപോകും. അപ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഖലീഫ ശിക്ഷിക്കേണ്ടത് തന്നെയല്ല എൻ്റെ വാപ്പാനെ. അതെന്ത്? അദ്ദേഹം മാ അല്ലിംതു ഹർഫൻ മിനൽ ഖുർആനി, പരിശുദ്ധ ഖുർആനിലൊരു ഹർഫ് പോലും ഈ വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. എൻ്റെ ഉമ്മയില്ലേ, ആ ഉമ്മ ഒരു ശരിയായ ഒരു സ്ത്രീ അല്ല. അവര് ഇസ്ലാമിനെ കുറിച്ചോ ഈ ദീനിനെ കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു സ്ത്രീയെയാണ് എൻ്റെ വാപ്പ വിവാഹം ചെയ്തത്. എനിക്കിട്ടിരിക്കുന്ന പേര് തന്നെ ജുഅൽ എന്നാണ്, കരിവണ്ട് എന്ന അർത്ഥമുള്ളൊരു പേരാ എൻ്റെ വാപ്പ ഇട്ടിരിക്കുന്നത്. അപ്പം ആ മൊത്തത്തിൽ എന്നോട് ചെയ്യേണ്ട ആ ബാധ്യതകളും കടമകളും ഒരു പിതാവ് എന്ന നിലയ്ക്ക് എൻ്റെ വാപ്പ ചെയ്തിട്ടില്ല എന്ന് ആ മകൻ ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ നിന്ന് പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മോനോട് പറഞ്ഞു, ഇവനെ പറഞ്ഞു വിട്ടേ, ശിക്ഷ വാപ്പക്കാണ് എന്നെ കൊടുക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധ്യമുള്ളവരായി മാറുക എന്നതാണ്. അവിടെ നമ്മുടെ ബന്ധങ്ങളെ വിളക്കി ചേർക്കുകയും ശക്തിയുള്ള അതിശക്തമായ ഒരു കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യും. അള്ളാഹുവുമായുള്ള കരാറിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന ആയത്തുകളിൽ ചേർത്ത് പറഞ്ഞ ഒരു ഭാഗം എന്താണ്? അത് കുടുംബ ബന്ധങ്ങളെ അരക്കിട്ടുറപ്പിക്കണം എന്നതാണ്. അതിന് വലിയ പ്രാധാന്യമാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. സൂറത്തുൽ നിസായിൽ നമുക്കൊക്കെ അറിയാം, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അത് പറഞ്ഞ ഉടനെ തന്നെ ഖുർആൻ പറയുന്നത് നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ പറ്റിയും ശ്രദ്ധിക്കണം. ഈ റഹ്മത്ത് എന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സിഫത്താണ്, പടച്ചവന്റെ ഏറ്റവും വലിയ വിശേഷണമാണ് റഹ്മത്ത്. ആ പദത്തിനോട് സാദൃശ്യമായ ഒരു പദമാണ് അള്ളാഹു തിരഞ്ഞെടുത്തത്, റഹിം, കുടുംബ ബന്ധം എന്ന്. ആ പദത്തിന്റെ തന്നെ മറ്റൊരു വ്യവച്ഛേദമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പദമുണ്ട്, അത് ഗർഭപാത്രമാണ്. ഈ ഗർഭപാത്രത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു 2-3 സെന്റിമീറ്റർ മാത്രമുള്ള ഒരു പാത്രമാണ് യഥാർത്ഥത്തിൽ ഗർഭപാത്രം എന്ന് പറയുന്നത്. ആ 2-3 സെന്റിമീറ്ററിൽ നിന്ന് അത് 3-4 കിലോ വ്യാസത്തിലേക്ക് വളർന്ന് അത്രയും ഭാരം വഹിക്കുന്ന ഒരു കുഞ്ഞിനെ ഉൾക്കൊള്ളുന്ന ഒരു അവയവമായി അതൊരു സ്ത്രീയിൽ വളരുകയും വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഖുർആൻ അതിനും പറഞ്ഞത്
റഹിമ് എന്ന ഗർഭപാത്രം. അപ്പൊ ഇതൊക്കെ വളരെ അത്ഭുതകരമായ പരിശുദ്ധ ഖുർആനിന്റെ വിശേഷണങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കുടുംബം എന്നത് അതീവ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അജ്ജിലു മിൻ അദാബില്ല, അള്ളാഹുവിന്റെ ശിക്ഷകൾ വളരെ വേഗം നിങ്ങളിലേക്ക് വരും. ഇപ്പൊ ഉമ്മയിൽ നിന്ന് കുറച്ചൊന്ന് അകന്നാൽ നമ്മുടെ സഹോദരങ്ങൾ രക്തബന്ധങ്ങളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതെ അതിനൊക്കെ ഇങ്ങനെ വിസ്മരിച്ചിട്ട് മുമ്പോട്ട് പോയാൽ പെട്ടെന്ന് അള്ളാന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നതാണ്. വലിയ പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. ഇത് ഒരുപാട് കുടുംബങ്ങളിൽ ഇന്ന് നമുക്ക് നാട്ടിൽ കാണാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വാപ്പയോ വല്ലിപ്പയോ ഉപ്പുപ്പയോ ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഹൃദയത്തോടടക്കി വെച്ച ആ ബന്ധങ്ങളെ പറിച്ചെറിഞ്ഞ് ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ വഴക്കിട്ടുന്ന ഒരുപാട് കുടുംബങ്ങൾ കുളം തോണ്ടിയ ഒന്നുമല്ലാതായി മാറിയ ചരിത്രങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാകും. റസൂലുള്ളാഹി പറഞ്ഞതാണ് അത് പെട്ടെന്ന് വരുന്ന. ഒരുപക്ഷെ ഒരാൾ വ്യഭിചാരിയായി അല്ലെങ്കിൽ കള്ളനായി ഒരു കൊലയാളിയായി പെട്ടെന്നൊരു തിരിച്ചടി അയാളിൽ വരണമെന്നില്ല. പക്ഷെ കുടുംബ ബന്ധങ്ങളെ പറിച്ചെറിയുമ്പോൾ പെട്ടെന്നാണ് അള്ളാന്റെ ഇടപെടലുകൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതുപോലെ തന്നെ റസൂല് പറഞ്ഞു, ആ ബന്ധങ്ങളെ നിങ്ങൾ സുദൃഢമാക്കി നിർത്തിയാൽ അള്ളാഹുവിന്റെ ഇടപെടലും അള്ളാഹുവിന്റെ റഹ്മത്തും നിങ്ങളിലേക്ക് വരും. എന്നിട്ട് റസൂല് പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അധികരിച്ച് കിട്ടണോ. ഒന്ന്, നിങ്ങൾക്ക് റിസ്ക്, നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങൾ, ജീവിത വൃത്തികൾ അതിവിശാലമാകാനും നിങ്ങളുടെ ആയുസ് അള്ളാഹു നീട്ടിത്തരാനും കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ബന്ധത്തെ വിളക്കി ചേർക്കുക എന്ന്. ഞാൻ ആ ഭാഗം അധികം പറയേണ്ടതില്ല, അത് ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആ ബന്ധത്തെ കൂടുതൽ ഈടുറ്റതും അഴകുള്ളതും സൗന്ദര്യമുള്ളതുമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാം കുടുംബത്തെ വളരെയേറെ സുന്ദരമായി പഠിപ്പിച്ച ഒരു മതമാണ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, അതൊരു ആത്മീയമായ ഒരു മണ്ഡലത്തിൽ മാത്രം ഇങ്ങനെ വിരാജിക്കുന്ന ഒരു മതമല്ല. എന്നാൽ ഭൗതികതയുടെ അതിപ്രസരത്തിൽ ദീനേ ഇല്ലാതായി മാറുന്ന, അതിന്റെ ഒരു പ്രഹേളികയിൽ ഇങ്ങനെ മലക്കം മറിഞ്ഞു പോകുന്ന അതുമല്ല ഇസ്ലാം. ഇന്നിപ്പോ ഇത് രണ്ടിന്റെയും ഇടയിലാണ് നമ്മുടെയൊക്കെ അധിക കുടുംബങ്ങളും ഉള്ളത്. ഒരു ഭാഗത്ത് ദീൻ തന്നെ ഇല്ലാണ്ടായി, കുറച്ച് സൗകര്യങ്ങളും അതുപോലെ തന്നെ പ്രവാസ ജീവിതത്തിലൂടെയും മറ്റുമൊക്കെ ഹൈറും ബർക്കത്തും ഒക്കെ വന്നപ്പോൾ വീട്ടിൽ ദീനിന്റെ ഷിആറുകൾ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് ദീൻ കൂടിയിട്ടുള്ള പ്രശ്നമുണ്ട്. ഇത് രണ്ടും ഇല്ലാത്ത രീതിയിൽ സമഞ്ജസമായി ഇതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് സമാധാനപൂർണമായ ഒരു ജീവിതം ഉണ്ടാവുക. നമ്മൾ സാധാരണ നിക്കാഹ് ഖുതുബയിലൊക്കെ ആവർത്തിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുസ്സിലത്തിലെ സൂറത്ത് റൂമിലെ ആയത്ത് നമുക്കറിയാം. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ അപാരമായ ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണയെ നൽകി എന്നത്. അത് എത്രത്തോളം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വമിൻ അംഫുസിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇണയായി വരുന്നത് ഒരു മലക്കല്ല, ഒരു ശില്പമല്ല. ഒരു മലക്ക് എന്നും ഒരേ രൂപമാണ്. നമ്മളൊരു നല്ല മനോഹരമായൊരു ശില്പം ഉണ്ടാക്കി വെച്ച് രാവിലെ കാണുമ്പോഴും അങ്ങനെ, ഉച്ചക്കും അതങ്ങനെ, വൈകിട്ടും അതങ്ങനെ. അങ്ങനെയല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഇണ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉള്ള അതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല വൈകിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡ്. മാനസികാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കും. ഒരുപാട് മാറ്റത്തിന് വിധേയമാകുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഈ എല്ലാ വ്യത്യാസങ്ങളും സവിശേഷതകളും സൗന്ദര്യങ്ങളും ഉയർച്ചകളും ഒക്കെ കുടികൊള്ളുന്ന, താന്നുപോയാൽ മൃഗത്തെക്കാൾ അധപ്പതിക്കുകയും വികസിച്ചാൽ മലക്കുകളെക്കാൾ ഔന്നത്യത്തിൽ വിരാജിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരു സൃഷ്ടിയുടെ പേരാണ് മനുഷ്യൻ എന്നുള്ളത്. ഇത് ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഭാര്യയും ഭർത്താവും തിരിച്ചറിയണം എന്നാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്.
എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഈ ബന്ധത്തെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ 3 അഭിവാജ്യമായ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. നമുക്കറിയാം, വൈവാഹിക ജീവിതങ്ങൾ ഒരുപാട് പ്രശ്നം നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ വളർന്നു വരുന്ന പെൺകുട്ടികൾ. എൻ്റെ അടുത്ത് ഒരുപാട് ഉമ്മമാരും വാപ്പമാരും വിളിച്ചിട്ട് പറയുന്നുണ്ട്, മക്കള് പെൺകുട്ടികൾ വിവാഹം ഇഷ്ടപ്പെടുന്നില്ല. അല്ലേ സഫർലി? ഒരുപാട് പെൺകുട്ടികൾ 28, 30, 35 വയസ്സായി. UK നല്ല ജോലിയാണ്. അതുപോലെ ദുബായിൽ 10 കൊല്ലമായിട്ട് ജോലിയാണ്. വലിയ അവിടുത്തെ ഡയറക്ടറാണ്. അങ്ങനെ ഒരുപാട് പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന പെൺകുട്ടികൾ. അവരോട് വാപ്പയും ഉമ്മയും കെഞ്ചി പറയും. അപ്പൊ എൻ്റെ ഒരു സഹപ്രവർത്തകൻ, എൻ്റെ ഒരു ടീച്ചർ, മോള് UK വേണ്ട 32 വയസ്സായി, വലിയൊരു കമ്പനിയുടെ വലിയ പോസ്റ്റിലിരിക്കുകയാണ്. ആ കുട്ടി വീട്ടിലേക്ക് വന്നിട്ട് 15 കൊല്ലമായി. വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ തന്നെ പേടിയാവുന്നു. അപ്പൊ അവരതിന് പറയുന്ന കാരണങ്ങൾ എന്താകും? അവര് നോക്കുന്നത്, അവരുടെ മനസ്സിനെ അതിലേക്ക് എത്തിക്കുന്ന അവരുടെ വാപ്പയെയും ഉമ്മയും കണ്ടിട്ടാണ്. എന്നും പ്രശ്നങ്ങളാണ്, എന്നും ടെൻഷനാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വളർന്നു വരുന്ന തലമുറയെ വല്ലാതെ സ്വാധീനിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് വിവാഹത്തെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ദാമ്പത്യ ജീവിതത്തിന്റെ സൗന്ദര്യത്തെ നമ്മുടെ വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് ഇസ്ലാം പറഞ്ഞത്, ഒരു വൈവാഹിക ജീവിതം എന്നത് നമുക്കൊരു 3 ഘട്ടമായി നമ്മുടെ മക്കളെ മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കും. ശരിക്കും എൻ്റെ സഹോദരിമാർ, ഉമ്മമാർ വിവാഹ തലേന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാൻ കഴിയും. സഹാബ വനിതകൾ വിവാഹത്തിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ അവരുടെ പെൺമക്കളെ പിടിച്ച് മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ സുന്ദരമാണ്. ആ ഹദീസുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ. മോളെ, നിന്നെ വളർത്തി ഉമ്മാക്ക് കൊതിയൊന്നും തീർന്നിട്ടില്ല. നമ്മൾ എത്ര വലുതായാലും മക്കള് നമുക്ക് തീരെ കുഞ്ഞുങ്ങളാണല്ലോ, നമ്മുടെ ചെറിയ മക്കളാണ്. അപ്പൊ നിന്നെ വളർത്തിയിട്ട് കൊതി തീർന്നിട്ടല്ല ഞാൻ നിന്നെ വിവാഹം കഴിച്ച് പറഞ്ഞയക്കുന്നത്, വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്, ഒരു പുരുഷന്റെ കയ്യിലേക്ക് നിന്നെ ഏൽപ്പിക്കുന്നത്. നിന്റെ വളർച്ചയും നിന്റെ കിളിക്കൊഞ്ചലുകളും നിന്റെ ചിരിയും നിന്റെ വർത്തമാനവും ഒക്കെ ഉമ്മാക്ക് മതിയായിട്ടില്ല. പക്ഷെ നീ ഒരു യുവതിയായി മാറിയിട്ടുണ്ട്, നിനക്കൊരു കൂട്ടാവശ്യമാണ്, നീ ഒരു ജീവിതത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മോളെ, നീ ഒരു വീട്ടിലേക്ക് പോവാൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ കുടുംബജീവിതത്തിന്റെ വൈവാഹിക ജീവിതം എന്ന അധ്യായം വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ ഇത് നമ്മുടെ ഉമ്മമാര് കൃത്യമായി ചെയ്തു കൊടുക്കണം. ശരിക്കും നമ്മുടെയൊക്കെ ഇപ്പൊ നാട്ടില് വിവാഹത്തിന്റെ മുമ്പ് തന്നെ ഒരാഴ്ച നീളുന്ന വ്യത്യസ്തമായ വിവാഹത്തിന്റെ ധൂർത്തും പൊങ്ങച്ചവും അത്തരം ആർഭാടങ്ങളുമുണ്ട്. പലപ്പോഴും അതിന്റെ ഇടയിൽ ആവശ്യമായത് നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നത് ഒരു വൈവാഹിക ജീവിതത്തിന്റെ ആ ഘട്ടങ്ങളെ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഒന്നൊരു ഹണിമൂൺ പീരീഡാണ്. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് നാളുകൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതൊരു ലഹരിയാണ്. അത് കഴിഞ്ഞാൽ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ട്. ഇവിടെയാണ് ഒരുപാട് കുടുംബങ്ങൾ ഇപ്പൊ ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ സഫർലിക്കാക്കൊക്കെ അറിയാം, കൊടുങ്ങല്ലൂർ ഒരുപാട് ഈ പുരാതനമായ തറവാടുകളുള്ള ഒരു പ്രദേശമാണ്. അത്തരം തറവാടുകളിൽ കഴിഞ്ഞ 2-2.5 വർഷത്തിനിടയിൽ നടന്ന 25ഓളം വിവാഹങ്ങൾ ഡൈവേഴ്സിലാണ്. ഞാൻ വെറുതെ പറയണല്ല. ഒക്കെ കുട്ടികൾ ബിടെക്കാണ്, MBBS കഴിഞ്ഞിട്ടുണ്ട്, വലിയ വലിയ CA-ക്കാരാണ്. വിവാഹം കഴിഞ്ഞൊരു 2 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞാൽ ആ ഹണിമൂൺ പീരീഡിന്റെ ആ ഒരു സൽക്കാരവും ആ ഒരു വൈബ് ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ കാണാം അവര് പിരിഞ്ഞു. അപ്പൊ എന്താ കാരണം? എന്താ നിങ്ങൾ പിരിഞ്ഞ മക്കളെ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അത് ഒത്തുപോണില്ല. അപ്പൊ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഡൈവേഴ്സ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സ്ട്രഗിളിംഗ് പീരീഡ് എന്നത്. അത് കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കണം. അത് കുറെ പ്രശ്നങ്ങൾ വരും വിവാഹത്തിന് ശേഷം. ആ ഒരു അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞിങ്ങനെ വരുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. അത് അമ്മായിയമ്മയുമായിട്ട് ചെറിയ അകൽച്ചകള്, ചെറിയ ചെറിയ പിണക്കങ്ങള്, വീട്ടിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇങ്ങനെ നിങ്ങൾക്കറിയാമോ. അപ്പൊ അവിടെ നമ്മൾ ഇടപെടുകയും അതിൽ ഒന്ന് ഒതുങ്ങുകയും സഹിക്കുകയും കുറച്ചൊക്കെ ആ വിഷയങ്ങളിൽ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ വഴി പിരിഞ്ഞു പോകും എന്നതാണ്. അപ്പൊ ഇവിടെ കൃത്യമായി നമുക്ക് ആ ഒരു ഘട്ടത്തെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനാകണം.
അവിടെയാണ് നമ്മുടെ മക്കളുടെ മനസ്സിൽ ഒരു സ്വപ്നം ഇട്ടുകൊടുക്കാൻ കഴിയുക എന്നത് പ്രധാനമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ജീവിതം നിങ്ങൾ നോക്കൂ. ഒരു സ്വപ്നത്തിന്റെ ആ ഒരു വിഷൻ, ആ ഒരു ഡ്രീം എന്നതൊരു മനുഷ്യനിലുണ്ട്. റസൂലുള്ളാഹി ഇങ്ങനെ നമുക്കറിയാം, പ്രവാചകനോളം അനാഥത്വത്തിന്റെ കയ്പ് നീർ കുടിച്ചിറക്കിയ ഒരു വ്യക്തി വേറെ ഇല്ലല്ലോ. വാപ്പയുടെ ഇല്ലാതെ ജനിക്കുന്ന ഒരു കുട്ടി, ഉമ്മ ചെറിയ പ്രായത്തിൽ മരിച്ചു, പിന്നുള്ളത് അബൂ താലിബ് മരിച്ചു, പിന്നെ റസൂലിനൊരു ഉമ്മയും പിന്നെ സഹോദരിയും ഒക്കെയായിട്ട് ഭാര്യയൊക്കെ ആയിട്ട് നിന്ന ആളാണ് ഒരു ഖദീജ. ഖദീജയെ ശരിക്കും എന്റെ സഹോദരിമാര് പഠിക്കണം. ഖദീജ എന്നുള്ളൊരു ബുക്ക് ഉണ്ട് കേട്ടോ മലയാളത്തില്. നിങ്ങൾ ഖദീജയെ കുറിച്ച് പഠിക്കണം. റസൂല് പറയുന്നുണ്ട്, എന്റെ ഖദീജ, ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും സ്നേഹം, പ്രേമ പുഷ്കലമായ സംസാരം ഞാൻ വായിച്ചിടത്തോളം അത് റസൂലും ഖദീജയും തമ്മിൽ നടന്ന സംസാരങ്ങളാണ്. റസൂല് പറയുന്നത് എന്റെ ഖദീജ എന്നാണ്. ഒരിക്കൽ ആയിഷ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് റസൂല് ആ പല്ലൊക്കെ പോയി വയസ്സായ മുടിയൊക്കെ നരച്ച ആ ഖദീജയെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് ചോദിക്കുമ്പോ റസൂല് ആയിഷയുടെ വായി ഇങ്ങനെ പൊത്തിയിട്ട് പറയുന്നുണ്ട്, ആയിഷ ഇനി മേലാൽ നീ ഇജാതി വർത്താനം പറയരുത് കേട്ടോ. നിനക്കറിയോ ആയിഷ ആരായിരുന്നു? ആയിഷ എന്റെ ഉമ്മയായിരുന്നു, ആയിഷ എന്റെ സഹോദരിയായിരുന്നു, ആയിഷ എന്റെ പിതാവിന്റെ സ്ഥാനത്ത്, ഖദീജ എന്റെ പിതാവിന്റെ സ്ഥാനത്തായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞതിന്റെ ആശയം എന്ന് മനസ്സിലായോ? റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഖദീജ എന്ന ആ മധ്യവയസ്ക പ്രവാചകന്റെ എല്ലാമായി മാറി, കൈത്താങ്ങായി പ്രവാചകന്റെ ജീവിതത്തെ ആകമാനം ഉണർന്നു നിൽക്കുകയും പ്രവാചക ജീവിതത്തിലേക്ക് വസന്തമായി പെയ്തിറങ്ങുകയും ചെയ്ത പെണ്ണിന്റെ പേരാണ് ഖദീജ എന്നത്. ആ ഖദീജയുടെ ജീവിതത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വശ്യസുന്ദരമായി പഠിപ്പിക്കുന്നുണ്ട്. ആ ഖദീജയും മരണപ്പെട്ടു. അങ്ങനെ റസൂൽ ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് രേഖപ്പെടുത്തിയ ആ ഒരു സന്ദർഭത്തിലാണ് റസൂൽ ഇങ്ങനെ വിഷമിച്ച് കഅബയുടെ അടുത്തേക്ക് വരുന്നത്. 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി വരിക. ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ വരുമ്പോ കഅബ പൂട്ടിയിട്ട് പോന്നു. ആര്? അന്ന് താക്കോൽ സൂക്ഷിക്കുന്നത് ഉസ്മാൻ ഇബ്നു ത്വൽഹ. റസൂല് അദ്ദേഹത്തോട് പറഞ്ഞു, ഉസ്മാൻ ഇബ്നു ത്വൽഹ, എനിക്ക് ആ വാതിലൊന്ന് തുറന്ന് ഒരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ. അപ്പൊ കഅബയുടെ താക്കോൽ കൂട്ടം അന്നും ഇന്നും ആ കുടുംബത്തിന്റെ കയ്യിലാണ്. അതിന്റെ ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഉസ്മാൻ പറഞ്ഞു, നിനക്ക് ഞാൻ നീ തുറന്നു തരിക, പോന്നി. റസൂലിന്റെ മുഖത്തെ കാട്ടി തുപ്പി ഉസ്മാൻ. അങ്ങനെ വിഷമിച്ച് റസൂല് അവിടുന്ന് ഇങ്ങനെ തിരിച്ചു നടക്കുമ്പോ ആ ഉസ്മാനോട് പറയുന്നുണ്ട്, ഉസ്മാനെ, നിനക്കറിയോ നിന്റെ കയ്യിലിരിക്കുന്ന ഈ പരിശുദ്ധമായ കഅബ മന്ദിരത്തിന്റെ താക്കോൽ കൂട്ടം നാളെ പിറ്റേന്നൊരു നാൾ എന്റെ കയ്യിലേക്ക് വരും ഉസ്മാൻ. അതൊരു സ്വപ്നമാണ്, ഒരു ഡ്രീമാണ്. അങ്ങനെ എന്റെ കയ്യിലേക്ക് വരുമ്പോ ഞാൻ എന്താ ചെയ്യാന്ന് നിനക്കറിയാം എന്ന് പറയുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നമുണ്ടായി. നിങ്ങൾ ഈ ഇദ്രീസ് എന്ന ഒരു വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മക്കയിലായിരുന്നു ഇദ്രീസ് ഉണ്ടായത്. ഇദ്രീസ് മക്കയിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി ഫലസ്തീനിലേക്ക് പോയി. പിന്നെ ഫലസ്തീനിൽ ചെന്ന് കച്ചവടം ചെയ്ത് അവിടെ നിന്നൊരു വിവാഹം കഴിച്ചു. ഫാത്തിമ എന്നാണ് ആ പെണ്ണിന്റെ പേര്. ഈ ഫലസ്തീനിലെ സ്ത്രീകൾ അന്നും ഇന്നുമൊക്കെ സഹനത്തിന്റെ പ്രതീകങ്ങളാണ്. ഗസയിലെ ഉമ്മമാരെ നിങ്ങൾ കാണുന്നില്ലേ? ഷഹീദായ പൊന്നോമന മക്കളെ വെള്ളത്തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇങ്ങനെ ധൈര്യപൂർവ്വം പോകുന്ന ഉമ്മമാരെ നിങ്ങൾ കാണുന്നില്ലേ? ഫലസ്തീനിലെ ഫാത്തിമ എന്ന പെൺകുട്ടിയെ ഇദ്രീസ് വിവാഹം കഴിച്ചു. ആ ഫാത്തിമ ഗർഭിണിയായി പ്രസവിക്കാനായി ഇങ്ങനെ വരുമ്പോ ഇദ്രീസ് മരണപ്പെട്ടു. ഫാത്തിമ ആ കുട്ടിക്ക് ഇങ്ങനെ ജന്മം കൊടുത്തു. ചെറിയ കുഞ്ഞിനെ ഫാത്തിമ ഇങ്ങനെ മടിയിലിരുത്തും കുട്ടിക്കാലത്ത്. എന്നിട്ട് ഇങ്ങനെ പറയും, ഇദ്രീസ് മുഹമ്മദ്, ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു ഫാത്തിമ. മുഹമ്മദേ, നിന്റെ വാപ്പ നീ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു. പക്ഷെ എനിക്ക് എന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട് മോനെ, നിന്നെ വളർത്തി വലുതാക്കണം, നീ വലിയ കുട്ടിയാകണം, നീ നാളെ ഈ സമൂഹത്തിൽ അറിയപ്പെടണം, നീ ഈ കുടുംബത്തിന്റെ അഭിമാനമായി മാറണം, ഈ ദീനിന്റെ സ്തംഭമായി എന്റെ മകൻ മാറണം മുഹമ്മദ്. അതൊരു തീക്കനലായി, ഒരു ഏറ്റവും വലിയ ആഗ്രഹമായി ഫാത്തിമ എന്ന ആ യുവതിയുടെ മനസ്സിൽ രൂപാന്തരപ്പെടുകയാണ്. ആ ഉമ്മ കുട്ടിയിലേക്ക് അതിങ്ങനെ പകർന്നു കൊടുത്തു. 2 വയസ്സായപ്പോ
ഫലസ്തീനിൽ നിന്ന് ഫാത്തിമ ആ ചെറിയ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഭർത്താവിന്റെ നാടായ മക്കയിലേക്ക് വന്നു. മക്കയിൽ വന്ന് അവിടെ താമസമാക്കി. 7 വയസ്സായപ്പോൾ ആ മുഹമ്മദ് പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കി. ഖുർആൻ മുഴുക്കുകയും ആ ഉമ്മയുടെ മടിയിലിരുന്ന് ഫാത്തിമ എന്ന യുവതി ആ കുഞ്ഞിനിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. മനോഹരമായി ആ കുഞ്ഞിങ്ങനെ ഖുർആൻ കാണാതെ പഠിച്ചു. തഅല്ലമുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ ഇവിടെ തുടക്കത്തിൽ ആ മകൻ നിന്ന് ഇങ്ങനെ ഓതിയില്ലേ, സുന്ദരമായി. വലിയൊരു അഭിമാനമാണത്. ആ കുഞ്ഞിന്റെ ഉപ്പക്കും ഉമ്മക്കും ഒക്കെ അഭിമാനമാണ്. ഈ തറവാട്ടിലെ ഓരോ മക്കളും ഖുർആനിന്റെ ആളുകളായി മാറണം. ഖുർആൻ പഠിക്കുന്ന മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വരണം. ആ ഒരു സംസ്കാരവും ആ ഒരു രീതിയും നമ്മുടെ വീടുകളിൽ വളർന്നു വരേണ്ടതുണ്ട്. അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു വൈവാഹിക ജീവിതത്തിന്റെ 2ാം ഘട്ടം എന്നത് ഒരു പ്രതിസന്ധിയുടെ, പ്രശ്നങ്ങളുടെ ഒരു വേളയാണ്. ആ സമയത്ത് നമ്മുടെ മക്കളിൽ ഈ സ്വപ്നങ്ങൾ ഇട്ടുകൊടുത്താൽ, നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് തല്ലിപിടിക്കാനും പരസ്പരം കലഹിക്കാനും അങ്ങനെയൊന്നുമല്ല മക്കളെ. ഇതിന് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ അവിടേക്ക് എത്തണം. നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ വല്യപ്പമാർ, നമ്മുടെ വല്യമ്മമാർ പകർന്നു തന്ന ആ ഒരു വലിയ സംസ്കൃതിയുടെ മഹത്തായ ചങ്ങലയുടെ പാതയിലാണ് നിങ്ങളും. അത് പകർന്നു കൊടുക്കേണ്ടവരാണ്. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. അതാ 2ാം ഘട്ടം. അതിലൂടെ അവർ വന്നാൽ, അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നുള്ളത് വളരെ ഫ്ലോയായ ഒരു പീരീഡാണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന. അവിടെ പിന്നെ നിന്നു കൊടുത്താൽ മതി. വലിയ പ്രശ്നങ്ങളില്ലാതെ ഒഴുകിപ്പോകുന്ന വൈവാഹിക ജീവിതത്തിന്റെ 3ാമത്തെ ഘട്ടമാണ്. ഖുർആൻ ആയത്തിൽ അതിനെ പഠിപ്പിച്ച 3 പദങ്ങളെ നിങ്ങൾ എടുത്തു നോക്കുക. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, മവദ്ദത്തിന്റെയും റഹ്മത്തിന്റെയും ആ ഒരു പ്രതലത്തിൽ വളർന്നു വികസിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതം. ഞാൻ ആ വാക്കുകളൊന്നും വിശദീകരിക്കാൻ നേരമില്ല. പ്രേമത്തിന്റെയും കാരുണ്യത്തിന്റെയും ഓരോന്നും നിങ്ങൾ ആ വാചകങ്ങളെ എടുത്ത് പഠിച്ചു നോക്കൂ. വൈവാഹിക ജീവിതത്തിന്റെ തുടക്കത്തിൽ മവദ്ദത്താണ്, കുറെ നാളുകൾ കഴിയുമ്പോൾ റഹ്മത്താണ്. ആരോഗ്യമൊക്കെ ഇങ്ങനെ ക്ഷയിച്ചു തുടങ്ങുമ്പോ തന്റെ പ്രിയതമന്റെ കൈക്ക് പിടിച്ച് ആ പ്രിയതമന്റെ രോഗാവസ്ഥകളിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാര്യയുടെ മനസ്സിൽ വൈകാരികമായ തലമല്ല, മറിച്ച് സ്നേഹസ്പർശത്തിന്റെ, കാരുണ്യത്തിന്റെ വറ്റാത്ത ഉറവയാണ് എന്ന് ഖുർആൻ പറഞ്ഞു തരികയാണ്. അതാണ് റഹ്മത്ത്. ഇത് 2ഉം സമ്യക്കായി ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ലയിച്ചു ചേരുന്ന മഹത്തായ ദൃഷ്ടാന്തമാണ് വൈവാഹിക ജീവിതം, കുടുംബം എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ കുടുംബം മുമ്പോട്ട് പോകുന്നത് എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്വപ്നത്തെ മുറുകെ പിടിച്ച് ഈ അഭിമാനബോധത്തോടെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. 2 ഭാഗത്തെയും പരസ്പരം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ കഴിയണം. ദീനിന്റെ 2 തലങ്ങളെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ജോലി തിരക്കുകൾക്കിടയിൽ കുടുംബജീവിതം തന്നെ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പൊ നമുക്കറിയാം, സൽമാൻ അൽ ഫാരിസി റസൂലുള്ളാഹ് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോ പ്രവാചകന്റെ കൂടെ വന്ന ഒരു സഹാബിയാണ്. അദ്ദേഹത്തെ പ്രവാചക തിരുമേനി പറഞ്ഞയച്ചത് അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. അബൂദർദാ സൽമാനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ 2-3 ദിവസം വീട്ടിൽ അതിഥിയായിട്ട് ഇങ്ങനെ സൽമാൻ കഴിയുമ്പോ അബൂദർദാന്റെ ഭാര്യയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ ആകെ ഒരു വിരൂപമായി, വലിയ ഡ്രസ്സിങ്ങിലൊന്നും ശ്രദ്ധിക്കാതെ, ഒട്ടും ഒരു സൗന്ദര്യ ബോധമൊന്നുമില്ലാത്ത ഒരു സ്ത്രീ. ഒരിക്കൽ ഈ സൽമാൻ അബൂദർദാന്റെ ഭാര്യയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ? അപ്പോ ഈ സ്ത്രീയുടെ ഒരു മറുപടി ഉണ്ട്, ഞാൻ എന്തിനാണ് അങ്ങനെ അണിഞ്ഞൊരുങ്ങുകയും വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്യുന്നത്? നിങ്ങളുടെ കൂട്ടുകാരനില്ലേ അബൂദർദാ, അദ്ദേഹത്തിന് ഈ ദുനിയാവൊന്നും വേണ്ട. അദ്ദേഹത്തിന് ഇങ്ങനെ ഭക്തിയും തഖ്വയും ഒക്കെ കൂടിയിട്ട് പകല് എപ്പോഴും നോമ്പാണ്, രാത്രി മുഴുക്കൻ നിസ്കാരമാണ്. പിന്നെ ഞാൻ എന്തിന് എന്നാണ് ഈ സ്ത്രീ ഇങ്ങനെ മുഴുവനും പറയാതെ പറഞ്ഞു നിർത്തുന്നത്. ആ സംസാരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒരു സ്ത്രീയുടെ മനസ്സിന്റെ നൊമ്പരങ്ങളും അവരുടെ വൈവാഹിക ജീവിതത്തിന്റെ ഞെരുക്കങ്ങളും ഒക്കെ ആ വാക്കുകളിലുണ്ട്. അപ്പോ
ഈ സൽമാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക് അബൂദർദാ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇരിക്കുമ്പോൾ അബൂദർദാവിനോട് സൽമാൻ ചോദിക്കുന്നുണ്ട്, നീ കഴിക്കുന്നില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നോമ്പാണ്. അബൂദർദാ പറഞ്ഞു, നോമ്പാണെന്ന് പറയുമ്പോൾ സൽമാൻ പറഞ്ഞു, നിങ്ങളും കഴിക്കണം. അങ്ങനെ നോമ്പ് മുറിപ്പിച്ച് അവിടെ ആ കൂടെ ഇരുത്തി ഭക്ഷണം കഴിച്ചു. രാത്രി കിടക്കാൻ അബൂദർദാ ഈ സൽമാന് വിരിപ്പൊക്കെ വിരിച്ചു കൊടുക്കാൻ. അങ്ങനെ വിരിച്ചു കൊടുത്തപ്പോ, താങ്കൾ കിടക്കുന്നില്ലേ, താങ്കൾ എവിടെയാണ്? ഇല്ല, എനിക്ക് നമസ്കരിക്കണം, മുസല്ലയാണ് കാണിച്ചു കൊടുക്കും. അപ്പം പറഞ്ഞു, ഇപ്പൊ നിസ്കരിക്കണ്ട, പോയി കിടന്നുറങ്ങ്, ഭാര്യയായിട്ട് പോയി കിടക്കാൻ പറയുന്നു. അങ്ങനെ ഈ കേസുമായിട്ട് റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാവിനോട് പറഞ്ഞ വാചകങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അബൂദർദാ, നിന്നോട് ചില അവകാശങ്ങളുണ്ട്. പടച്ചവനോട് അവകാശങ്ങൾ ഉള്ളതുപോലെ നിന്റെ ശരീരത്തോട് ചില അവകാശങ്ങളുണ്ട്. ഭാര്യയോട് ചില അവകാശങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ഈ ഒരു ബന്ധങ്ങളെ ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകാൻ സാധിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ ആ മുഹമ്മദിന്റെ കഥ പൂർത്തിയാക്കിയില്ല. മക്കയിൽ അങ്ങനെ ആ ഫാത്തിമ മകനെ 7ാമത്തെ വയസ്സിൽ ഹാഫിളാക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ പഠിക്കേണ്ടതാണ് ഓരോ മക്കളെയും എങ്ങനെ വാർത്തെടുക്കണമെന്നത്. അതിനുശേഷം ആ ഉമ്മ മാലിക് എന്ന് പറയുന്ന, അന്ന് മക്കയിലെ മദീനയിലൊക്കെ അറിയപ്പെട്ടിരുന്ന വലിയ പണ്ഡിതനായിരുന്നു മാലിക് ഒരു ശിഷ്യനെ സ്വീകരിക്കണമെങ്കിൽ തന്നെ കൃത്യമായി ആ കുട്ടിയെ പഠിച്ചിട്ട് ഒരു ശിഷ്യനായി സ്വീകരിക്കും. അങ്ങനെ മാലിക്കിന്റെ അടുത്തേക്ക് ഈ മുഹമ്മദിനെ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഈ ഉമ്മ മുഹമ്മദിനെ അമ്പെയ്ത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടം, അങ്ങനെയുള്ള ശാരീരികമായ കാര്യങ്ങൾ ആ ഉമ്മ പഠിപ്പിച്ചെടുക്കുന്നു. കുതിരസവാരി പഠിപ്പിച്ചെടുക്കുന്നു. ഇതൊക്കെ ഉമ്മ ചെയ്തിട്ട് 9 വയസ്സാകുമ്പോ ഇമാം മാലിക്കിന്റെ അടുക്കലേക്ക് ഈ കുട്ടിയെയും കൊണ്ട് കൊണ്ടില്ല. അങ്ങനെ ഇമാം മാലിക് എന്ന മഹാപണ്ഡിതന്റെ കീഴിൽ ആ കുട്ടിയെ ഈ ഉമ്മ വളർത്തുകയാണ്. ഇമാം മാലിക്കിന്റെ ശിക്ഷണത്തിൽ ഇമാം മാലിക്കിനേക്കാൾ വലിയ ലോകം അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായി ആ കുട്ടിയെ മാറ്റിയെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പിൽക്കാലഘട്ടത്തിൽ മുഹമ്മദ് ബിനു ഇദ്രീസ് ശാഫിഈ എന്ന പേരിൽ ഇമാം ശാഫിഈ എന്നറിയപ്പെടുന്ന വിശ്രുതനായ പണ്ഡിതനായി ആ കുട്ടി മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഉമ്മയുടെ മനസ്സിന്റെ ഖനല, ഒരു ഉമ്മക്ക് ഒരു കുടുംബത്തിന്റെ താളം അത് നിലനിർത്താൻ സാധിക്കും. ഒരു കുടുംബത്തിന്റെ ഭംഗിയെ നിലനിർത്താൻ സാധിക്കുക ഒരു ഉമ്മയുടെ ഏകാഗ്രതയും ശ്രദ്ധയും ആ ഉമ്മയുടെ മനസ്സിന്റെ ഏറ്റവും സുന്ദരമായ വശങ്ങളുമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വീഴ്ചകൾ വരുന്നത്, ഇവിടെയാണ് ഇന്ന് തളർച്ചകൾ സംഭവിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം മറന്നു പോകുന്നു. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവിടെ ഈ ജീവിതത്തിന്റെ ഈ ഓട്ടത്തിനിടയിൽ പലപ്പോഴും അല്ലാഹുവും ദീനും ഒക്കെ മറന്ന്, നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും മറന്ന് ഈ ഭൗതികതയുടെ ഓട്ടത്തിൽ മുങ്ങിക്കുളിച്ച് രമിച്ച് അല്ലാഹുവിൽ വിസ്മരിച്ച് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ഒരുപക്ഷെ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് അകന്നു പോകുമ്പോ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പൊട്ടി തകർന്നു പോകുമ്പോ അവിടെ വെച്ച് പറയുന്ന വാക്ക് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അവിടെ വെച്ച് നാം പറയും, ആ മക്കൾ നമുക്കെതിരെ തിരിഞ്ഞു നിന്ന് പറയുകയാണ്. എന്താണ് അവിടെ വെച്ച് പറയുക? പടച്ചവനെ, ഈ മാതാപിതാക്കൾ അവരാണ് ഞങ്ങളെ ഈ എല്ലാ തിന്മകളിലേക്കും വലിച്ചിഴച്ച് ഞങ്ങളുടെ വഴിവിട്ട ജീവിതത്തിന്റെ കാരണക്കാരായി മാറിയത് ഇവരാണ് റബ്ബേ. അതുകൊണ്ട് ഞങ്ങളുടെ കാൽ കീഴിലേക്ക് അവരെ ഇട്ടതാ പടച്ചവനെ. ഞങ്ങൾ അവരുടെ മുകളിലേക്ക് കയറി നിന്ന് ചവിട്ടി മെതിക്കട്ടെ എന്ന് നമ്മൾ ഇന്ന് ആർക്ക് വേണ്ടിയാണോ ഈ ദീനിനെ കൈവിടുന്നത്, എന്തിനു വേണ്ടിയാണോ നാം ഹറാമുകളിലേക്ക് പോകുന്നത്, അവർ തിരിച്ചു പറയുന്ന ഒരു രംഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെയാണ് ഇസ്ലാമിനെ നാം മനസ്സിലാക്കുകയും ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുകയും ചെയ്യേണ്ടത്. ഖുർആൻ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ആ സുന്ദരമായ ഒരു മുഖവും അതിന്റെ മനസ്സും ഉൾക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കണം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ മനസ്സുകളിൽ കൺകുളിർമയും സന്തോഷവും പകർന്നു തരുന്ന ഒരു മനസ്സ് അല്ലാഹുവേ നൽകണേ എന്നാണ്. എനിക്ക് എന്റെ ഭാര്യയിലേക്ക് നോക്കുമ്പോൾ
ഭാര്യ ഭർത്താവിലേക്ക് നോക്കുമ്പോൾ ഒരിക്കലും കണ്ടും കേട്ടും പ്രണയിച്ചും മതിവരാത്ത സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും ഔന്നത്യത്തിലേക്ക് അള്ളാഹുവെ ഞങ്ങളുടെ ബന്ധങ്ങളെ നീ വളർത്തണേ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്. ഈ ഒരു തലത്തിലേക്ക് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്ന കുടുംബ ബന്ധങ്ങളുടെ ഇഴകളെ പരസ്പരം കൂട്ടിയിണക്കാനും അതിനെ സുദൃഢമാക്കുവാനും ആ കണ്ണികളെ വിളക്കി ചേർക്കാനും സാധിക്കുന്ന ഒരൊത്തുചേരലായി ഈ സംഗമത്തെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. പടച്ച റബ്ബ് കൺകുളിർമയുള്ള കുടുംബാന്തരീക്ഷത്തെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു. നല്ല വാക്കുകൾ കുടുംബത്തിലെ